ചിന്താസ് മാത്സ് ട്യൂഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രോബബിലിറ്റി എന്ന് പറയുന്ന സെക്ഷനിലെ കുറച്ച് പ്രോബ്ലംസ് പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പ്രോബബിലിറ്റിയിലെ 20 ക്വസ്റ്റ്യൻസാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളി ഇരുന്ന് കാണാൻ നോക്കുക. ഓക്കെ, അത് തന്നെയാണ് പറയാനുള്ളത്. ഫുൾ ലെങ്ത്ത് ഇരുന്ന് കാണാൻ നോക്കുക. കുറച്ച് ലെങ്ത്ത് കൂടുതലുണ്ട് എങ്കിൽ പോലും 20 ക്വസ്റ്റ്യനും ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. എ ഡൈ ഈസ് റോൾഡ്. ലെറ്റ് എ ഇ ബി ദി ഈവൻ ഡൈ ഷോസ് 4 ആൻഡ് എഫ് ബി ഈവൻ ഡൈ ഷോസ് ഈവൻ നമ്പർ. ആർ ഇ ആൻഡ് എഫ് മ്യൂച്വലി എക്സ്ക്ലൂസീവ്. എന്താണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് നമുക്ക് അറിയാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്താണെന്ന് പഠിച്ചു. 2 ഈവൻസ് ഉണ്ടെങ്കിൽ ആ 2 ഇൻ്റർസെക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡിസ്ജോയിൻ്റ് കിട്ടും. ഇതിനാണ്, അല്ലെങ്കിൽ ഡിസ്ജോയിൻ്റ്, അതിനെ വേറൊരു പേരാണ് എന്ത്? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻസ് എന്ന് പറയുന്നത്. നമുക്ക് ആദ്യം എന്താ തന്നിരിക്കുന്നത് നോക്കാം. ആദ്യം ഇ തന്നിട്ടുണ്ട്. ഇ എന്ന് പറയുന്നത് എന്താണ്? ആ ഡൈയിൽ ഷോ ചെയ്യുന്നത് 4 ആണ്. അപ്പോൾ നമുക്ക് ആദ്യം സാമ്പിൾസ് നോക്കാം. ഒരു ഡൈ അല്ലേ പറഞ്ഞേക്കുന്നത്, അപ്പോൾ സാമ്പിൾസ് വരയ്ക്കാം. നമുക്ക് കിട്ടുന്ന ടോട്ടൽ ഔട്ട്കമാണ് എന്ത്? സാമ്പിൾസ് ആയിട്ട് എഴുതുക. അപ്പോൾ സാമ്പിൾസ് ഏതാ? ഡൈ ആയി കാരണം എത്ര ഉണ്ടാവും? 1 മുതൽ 6 വരെ. അപ്പോൾ 1, 2, 3, 4, 5, 6, 1, 2, 3, 4, 5, 6 എന്ന് പറയുന്നതാണ് സാമ്പിൾസ് ആയിട്ട് വരിക. അതിൽ ഇ എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അവർ. ഇ എന്താണ്? 4 ആണ്. ഷോ ചെയ്യുന്നത് 4 ആണ്. അപ്പോൾ സെറ്റിൽ ചെയ്താൽ ഇ എന്ന് പറഞ്ഞിട്ട് ഇ എന്ന് പറഞ്ഞ സെറ്റ് കിട്ടി. ഇനി അതേപോലെ തന്നെ ഡൈ ഷോസ് 4 അല്ലേ, ഇ. ഇനി അതേപോലെ എഫ് എന്താ നോക്കാം. എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞേക്കുന്നത് ആ ഡൈയിൽ ഈവൻ നമ്പേഴ്സ് ആണെന്നാണ്. അപ്പോൾ ഡൈയിൽ ഈവൻ നമ്പേഴ്സ് 2, 4, 6. അപ്പോൾ 2, 4, 6 ആണ് അതിൽ എഫ് ആയിട്ട് വരിക. ഈവൻ നമ്പേഴ്സ് മാത്രമേ പാടുള്ളൂ. 1 മുതൽ 6 വരെയുള്ള ഈവൻ നമ്പേഴ്സ് എടുത്ത് എഴുതാം. അപ്പോൾ നമ്മൾ ആദ്യം എഴുതി. ഇനി എന്ത് ചെയ്യണം? ഡിസ്ജോയിൻ്റ് ആണോ, അതോ ഡിസ്ജോയിൻ്റ് ആണെങ്കിൽ അത് എന്താണ്? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻ്റ് ആണ്. ഡിസ്ജോയിൻ്റ് ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 കിട്ടണം ഇതിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇൻ്റർസെക്ഷൻ ചെയ്യാം. അപ്പോൾ ഇ ഇൻ്റർസെക്റ്റ് എഫ്. അപ്പോൾ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ 4 എഴുതാം. ഇയുടെ പ്ലേസിൽ 4, ഇൻ്റർസെക്ഷൻ 2, 4, 6. 2, 4, 6ൽ 4 ഉണ്ട് അല്ലേ. രണ്ടിലും കോമൺ ആയിട്ട് എന്തുണ്ട്? 4 ഉണ്ട്. നമുക്ക് ആൻസർ കിട്ടുക, ഇൻ്റർസെക്ഷൻ ആൻസർ കിട്ടുക 4 എന്നാണ്. അത് ഡിസ്ജോയിൻ്റ് ആണോ? അല്ല. നോട്ട് ഈക്വൽ ടു 5 അല്ലേ. എംപ്റ്റി സെറ്റ് കിട്ടിയില്ല, 5 കിട്ടിയില്ല. അതിൻ്റെ അർത്ഥം എന്താ? ഇ ആൻഡ് എഫ് എന്ന് പറയുന്നത് ആർ നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ്. അപ്പോൾ ഓപ്ഷനിൽ ഇ ആൻഡ് നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്നൊക്കെ പറയുന്നത് തരികയാണെങ്കിൽ അതാണ് അതിൻ്റെ ഓപ്ഷൻ. ഓക്കെ, അതിൻ്റെ ആൻസർ. അപ്പോൾ ജസ്റ്റ് ഇതുപോലെയാണ് നമ്മൾ ചെയ്യേണ്ടത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 2 dice are thrown simultaneously. Find the probability of getting 4 as the product. അപ്പോൾ നമുക്ക് 2 ഡൈസ് ത്രോൺ ചെയ്യണം. ഓക്കെ, അങ്ങനെ ത്രോൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രോബിലിറ്റി എന്താണെന്നാണ് ഗെറ്റിംഗ് 4 കിട്ടുന്നത്. 4 കിട്ടുന്ന രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രൊഡക്റ്റ് 4 കിട്ടുന്ന രീതിയിൽ. അപ്പോൾ നമുക്ക് സാമ്പിൾസ് തന്നിട്ടുണ്ട്. ആ സാമ്പിൾസിൽ ഏത് 2 നമ്പേഴ്സ് എടുത്താലും, അപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1, 4 എടുക്കാം. 1, 4 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4 കിട്ടും. അങ്ങനെ 2 നമ്പേഴ്സ് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് 4 കിട്ടുന്ന രീതിയിലുള്ള എത്ര എണ്ണം ഉണ്ട്, എത്ര ഈവൻസ് ഉണ്ടാവും എന്ന് ആദ്യം നോക്കാം. എന്നിട്ട് അതിൻ്റെ എന്ത് കണ്ടുപിടിക്കുക? പ്രോബിലിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. നമുക്ക് ആകെ ചിന്തിക്കാവുന്നേ ഉള്ളൂ. ഇതിൻ്റെ ഈവൻസ് എഴുതുമ്പോൾ ആകെ നമുക്ക് 4 എങ്ങനെ 2 നമ്പേഴ്സ് 4 കിട്ടുന്നത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 കിട്ടുന്നത് എപ്പോഴാണെന്ന് ആലോചിച്ചാൽ മതി. 1, 4 ചെയ്യുമ്പോൾ അല്ലേ. തിരിച്ച് ചെയ്യാലോ. 4, 1 ചെയ്താലും എന്തുതന്നെയാണ്? അത് 2ലും ഉണ്ടോ നോക്കണം കേട്ടോ. അതുപോലെ 2, 2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4 കിട്ടും. ഇനി വേറെ എന്തെങ്കിലും നമ്പേഴ്സ് ഉണ്ടോ? ഇല്ല. കാരണം ഇതിൽ ഈ സാമ്പിൾസിലുള്ള വേറൊരു നമ്പേഴ്സ് ഇല്ല. അതുകൊണ്ട് ഈ 3 ഉള്ളൂ ഈവൻസ് ആയിട്ട് കിട്ടുക. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രോബിലിറ്റി അല്ലേ, പ്രോബിലിറ്റി ഓഫ് ഈവൻസ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എത്ര ഉണ്ട്? നമ്പേഴ്സ്, നമ്പർ ഓഫ് ഈവൻസ് എത്രയാണ്? 3. ഇനി നമ്പർ ഓഫ് സാമ്പിൾസ് എത്രയാണ്? number of samples
എത്രയുണ്ടാവും? 36 അല്ലേ? 36 ആണ് നമ്പേഴ്സ് ഉണ്ടാവുക അല്ലേ? 6 × 6 ഓക്കെ, എന്തുവാട്ടെ. അപ്പോൾ നമുക്ക് 36 ആണ് ജസ്റ്റ് നോക്കാം. അപ്പോൾ എൻ ഓഫ് എസും കിട്ടി, എൻ ഓഫ് ഇയും കിട്ടി. അപ്പോൾ എൻ ഓഫ് ഇ ബൈ എൻ ഓഫ് എസ് ആണ് എന്ത്? പ്രോബിലിറ്റി ഓഫ് ഈവൻസ് കാണാൻ, അല്ലെങ്കിൽ പ്രോബിലിറ്റി കാണാനുള്ള ഇക്വേഷൻ. അതിനെ എം ബൈ എൻ എന്ന് എഴുതും. എം ബൈ എൻ, എം എത്രയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്? 3. എൻ എത്ര കിട്ടിയിരിക്കുന്നത്? 36. ലാസ്റ്റ് നമുക്ക് ആൻസർ 1/12. അപ്പോൾ ഇത് ഭയങ്കര ഈസിയുള്ള ഒരു പ്രോബ്ലം ആയിരുന്നു. ഓക്കെ, ഡൈ ഈസ് റോൾഡ്, ഫൈൻഡ് ദി പ്രോബിലിറ്റി ഓഫ് ഫോളോവിങ് ഈവൻറ്റ്സ്. നമുക്ക് തരുന്ന ഈവൻസിൻ്റെ പ്രോബിലിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യും? സാമ്പിൾസ് ചെയ്തു അല്ലേ? ആദ്യം നമുക്ക് സാമ്പിൾസ് എഴുതണം. എന്താ? ഡൈ ആണ് അല്ലേ? ഒരു ഡൈ ആണോ എന്ന് നോക്കുക. 2 ഡൈ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് മാറും. നമ്മൾ നേരത്തെ ചെയ്തില്ലേ അതേപോലെ. ഇവിടെ ഒന്നുള്ളൂ. അപ്പോൾ 1 ഏതുവരെ പോവും? 6 വരെ അല്ലേ? 4 5 6. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ 2 എണ്ണം വരുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്തില്ലേ? 1 1 1 2 1 3 എന്നുള്ള രീതിയിൽ വരും. 1 കിട്ടാം, 2 കിട്ടാം, അങ്ങനെ. അപ്പോൾ 2 എണ്ണം വെച്ചിട്ട് വരും. അപ്പോൾ നമുക്ക് 36 വരെ വരും. ഇതിലിപ്പോൾ ഒന്നുള്ളൂ, അതുകൊണ്ട് 6 വരെ എഴുതാം. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രൈം നമ്പേഴ്സാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. പ്രൈം നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ നമ്പേഴ്സാണ്? 1 ഇല്ല, 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്. അപ്പോൾ പ്രൈം നമ്പേഴ്സ് ഈവൻസ് എഴുതാം. = 2 3 5 പ്രൈം നമ്പേഴ്സ്. അപ്പോൾ അതിൻ്റെ ഈവൻസ് എഴുതി. ഇനി അതേപോലെ പ്രോബിലിറ്റി ഓഫ് ഇ എഴുതുക. പ്രോബിലിറ്റി ഓഫ് ഇ എന്ന് പറയുമ്പോൾ ഈവൻസ് എത്ര ഉണ്ട്? അപ്പോൾ നമ്പർ ഓഫ് ഇ ആദ്യം എഴുതുക. നമ്പർ ഓഫ് ഇ എത്രയാണ്? 3. ഇനി നമ്പർ ഓഫ് സാമ്പിൾസ് എത്ര ഉണ്ട്? 1 2 6. അപ്പോൾ 6. അപ്പോൾ നമുക്ക് ആൻസർ എൻ ഓഫ് ഇ ബൈ എൻ ഓഫ് എസ് എന്നുള്ള രീതിയിലാണ്. എൻ ഓഫ് ഇ എത്രയാണ്? 3. എൻ ഓഫ് എസ് എത്രയാണ്? 6. 1/2 എന്നാണ് അതിൻ്റെ ആൻസറായിട്ട് നമുക്ക് കിട്ടുക. ഭയങ്കര ഈസിയുള്ള ഒരു പ്രോബ്ലം ആണ്, അതുകൊണ്ടാണ് വേഗം എടുത്ത് തീർക്കുന്നത്. അടുത്ത് നോക്കുക. എ നമ്പർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 വിൽ അപ്പിയേഴ്സ്. 3ഉം 3നേക്കാൾ 3 ഈക്വലായ കാരണം 3 ഇൻക്ലൂഡഡ് ആണ്. 3ഉം 3നേക്കാൾ വലിയ നമ്പേഴ്സും മാത്രം എടുക്കാം. അപ്പോൾ 3 to 6 വരെയുള്ള നമ്പേഴ്സാണ് എന്തിൽ വരിക? ഈവൻസ് ആയിട്ട് വരിക. അപ്പോൾ നമുക്ക് 3 4 5 6 അങ്ങനെ എടുക്കാം. അപ്പോൾ എത്ര നമ്പേഴ്സ് ഉണ്ട്? എൻ ഓഫ് ഇ എത്രയാണ് നോക്കുക. എൻ ഓഫ് ഇ 1 2 3 4. ഇനി എൻ ഓഫ് എസ് നമുക്കറിയാം 6 ആണ്. 1 to 6, അപ്പോൾ 6 ആണ്. ഇനി പ്രോബിലിറ്റി ഓഫ് ഇ എഴുതുക. പ്രോബിലിറ്റി ഓഫ് ഇ എന്ന് പറയുമ്പോൾ എൻ ഓഫ് ഇ ബൈ എൻ ഓഫ് എസ് എന്നാണ്. എൻ ഓഫ് ഇ എന്ന് പറഞ്ഞാൽ 4, എൻ ഓഫ് എസ് 6. അപ്പോൾ ഇത് രണ്ടിനെയും ചെറുതാക്കി കഴിഞ്ഞാൽ നമുക്ക് 2/3 എന്ന് വരും. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി അടുത്തത് എ നമ്പർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 വിൽ അപ്പിയേഴ്സ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. അപ്പോൾ 1ഉം 1നേക്കാൾ ചെറുതും ഈക്വലായ കാരണം 1 ഇൻക്ലൂഡഡ് ആണ്, അതിന് ചെറുത്. അപ്പോൾ 1ഉം 1നേക്കാൾ ചെറുത് പിന്നെ ഇല്ലല്ലോ. അപ്പോൾ ആകെ ഇ എന്ന് പറയുന്നത് ആകെ 1 മാത്രമേ വരുള്ളൂ. അപ്പോൾ ഇതിൻ്റെ എൻ ഓഫ് ഇ എന്ന് പറയുന്നത് എന്താണ്? 1 അല്ലേ? എത്ര എലമെൻ്റ് ഉണ്ട്? 1 ഉള്ളൂ. ഇനി അതേപോലെ എൻ ഓഫ് എസ് സാമ്പിൾസ് എത്ര ഉണ്ട്? സാമ്പിൾസ് 6 എണ്ണം ഉണ്ട്. അപ്പോൾ പി ഓഫ് ഇ എന്ന് പറയുന്നത് എൻ ഓഫ് ഇ ബൈ എൻ ഓഫ് എസ് ഈക്വൽ ടു എൻ ഓഫ് ഇ 1, എൻ ഓഫ് എസ് 6. ഇനി അതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എ നമ്പർ മോർ ദാൻ 6 വിൽ അപ്പിയേഴ്സ്. മോർ ദാൻ 6 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മോർ ദാൻ 6 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 6 വരെയുള്ളത് ഡൈ എന്ന് പറഞ്ഞാൽ ഒരു 6 വരെ ഉള്ളൂ, നമുക്ക് അതിനപ്പുറം പോകുന്നില്ല. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഇ എന്ന് പറയുന്നത് എം ടി സെറ്റ് എം ടി സെറ്റ് അല്ലെങ്കിൽ 5. അതിലൊരു എലമെൻ്റ് ഒന്നും ഇല്ല. അപ്പോൾ നമുക്ക് എൻ ഓഫ് ഇ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താ കിട്ടുക? എലമെൻ്റ് ഉണ്ടോ? ഇല്ല. അപ്പോൾ 0 എന്ന് എഴുതാം. എലമെൻ്റ് ഇല്ല, നോട്ട് അപ്പിയേഴ്സ് അല്ലേ? എലമെൻ്റ് അപ്പിയർ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക എന്ന് പറഞ്ഞേക്കുന്നത്? 0. നമ്മൾ പഠിച്ചതാ. ഇനി എൻ ഓഫ് സാമ്പിൾസ് എത്ര എണ്ണം ഉണ്ട്? സാമ്പിൾസ് 6 അല്ലേ? അപ്പോൾ പി ഓഫ് ഇ എന്ന് പറഞ്ഞിട്ട് നമുക്കിത് ഇ തന്നെ കൊടുക്കണമെന്നില്ല, വേറെ ഏതെങ്കിലും സെറ്റ് എടുത്തിട്ട് ആ രീതിയിലും കൊടുത്താലും കുഴപ്പമില്ല. ഞാൻ ഈവൻസ് എന്നുള്ള രീതിയിലാണ് ഇ കൊടുക്കുന്നത്. അപ്പോൾ പി ഓഫ് ഈവൻസ് എന്ന് പറയാനായിട്ട് നമുക്ക് എൻ ഓഫ് ഇ ബൈ എൻ ഓഫ് എസ് ആണ്. എൻ ഓഫ് ഇ എന്ന് പറയുന്നത് 0,
എൻ ഓഫ് എസ് 6. അപ്പോൾ ആൻസർ 0. Given P of A equal to 3/5 and P of B equal to 1/5. Find A or B. or B എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. A or B എന്ന് പറഞ്ഞാൽ A യൂണിയൻ B ആണ് അല്ലേ. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എന്താ വേണ്ടത്? A യൂണിയൻ B ആണ് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഇഫ് A ആൻഡ് B ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻ്റ് ആണെന്നുണ്ടെങ്കിൽ A ഇൻ്റർസെക്ഷൻ B ചെയ്യുമ്പോൾ നമുക്ക് 5. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രോബിലിറ്റി എന്താ വരിക? അങ്ങനെയാണെങ്കിൽ A ഇൻ്റർസെക്ഷൻ Bൻ്റെ പ്രോബിലിറ്റി എന്താ വരിക? എൻ ഓഫ് എന്ത് ആദ്യം കണ്ടുപിടിക്കും? എൻ ഓഫ് A ഇൻ്റർസെക്ഷൻ B ചെയ്യും. എത്രയാ? 0. ഇനി അതേപോലെ ടോട്ടൽ എത്രയാണ് വരിക? അപ്പോൾ നമുക്കതൊന്നും അറിയില്ല. അപ്പോൾ അതിൻ്റെ ആൻസർ 0 എത്രയോ ആണ് പ്രോബിലിറ്റി വരിക, ടോട്ടൽ വരിക. അപ്പോൾ 0 തന്നെയാണ് ആൻസർ വരിക. പ്രോബിലിറ്റി ചെയ്താൽ നമുക്ക് എലമെൻറ്റ്സ് ഒന്നും ഇല്ല. അപ്പോൾ പ്രോബിലിറ്റി എന്താ? 0. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ അതിൽ കാര്യമില്ല. ഓക്കെ, അപ്പോൾ അവിടെ ഇല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? P of A യൂണിയൻ B ചെയ്യുമ്പോൾ ആകെ P of A പ്ലസ് P of B എന്നുള്ള രീതിയിൽ മാത്രമേ വരുള്ളൂ എന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. നമുക്ക് അറിയുന്ന കാര്യമാണ്, നമ്മൾ പഠിച്ചതാണ് കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ P of A എന്താ? P of A നമുക്ക് തന്നിട്ടുണ്ട് 3/5 ആണ്. ഇനി P of B എന്താ? 1/5 ആണ്. ആദ്യം നമ്മൾ ഡിനോമിനേറ്റർ കോമൺ ആയിട്ട് എടുക്കുക, രണ്ടും കൂടി സം ചെയ്യുക. അപ്പോൾ 4 അല്ലേ? 3 + 1 4. അപ്പോൾ അതിൻ്റെ ആൻസർ 4/5. അപ്പോൾ ഇത് ഭയങ്കര ഈസിയുള്ള ഒരു പ്രോബ്ലം ആയിരുന്നു. അതേപോലെ വേറൊരു പ്രോബ്ലം ഉണ്ട്. ഇഫ് E ആൻഡ് F ആർ ഈവൻസ്, ഇയും എഫും ഈവൻസ് ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. P of E തന്നിട്ടുണ്ട്, P of F തന്നിട്ടുണ്ട്, പ്രോബിലിറ്റി ഓഫ് EA, പ്രോബിലിറ്റി ഓഫ് F തന്നിട്ടുണ്ട്. അതൊക്കെ അവർ തന്നിരിക്കുന്നു. ഇനി എന്താണ് ആൻഡ് എന്ന് പറഞ്ഞാൽ? ഇൻ്റർസെക്ഷൻ അല്ലേ. ഓക്കെ, P of E ഇൻ്റർസെക്ഷൻ F എന്നുള്ള രീതി എത്രയാണ് നിൽക്കുന്നത്? 1/8. നമ്മൾ പഠിച്ചതാണ്. ഈ ആൻഡ് എഫ് എന്ന് പറയുമ്പോൾ ബോത്ത് എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? ഇൻ്റർസെക്ഷനാണ്. ഓർ എന്ന് പറയുമ്പോൾ യൂണിയൻ. ജസ്റ്റ് ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞു, ഓർ എന്ന് പറയുമ്പോൾ യൂണിയൻ. ഇനി അവർ പറഞ്ഞിരിക്കുന്നത് ആദ്യം എന്ത് കണ്ടുപിടിക്കാനാണ്? P of E or F കണ്ടുപിടിക്കാനാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആദ്യം ഇക്വേഷൻ എഴുതിയേക്കുക. P of E യൂണിയൻ F ചോദിക്കുന്നത് മാത്രം എഴുതിയാൽ മതി. ഞാൻ കുറേ പ്രോബ്ലംസ് ഒരുമിച്ച് തരുന്നു എന്ന് മാത്രം. ക്വസ്റ്റ്യൻ എന്താണോ വരുന്നത് അതിനനുസരിച്ച് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ P of E യൂണിയൻ F ചെയ്യുക. അപ്പോൾ P of E പ്ലസ് P of F മൈനസ് P of E ഇൻ്റർസെക്ഷൻ F ഈക്വൽ ടു P of E എത്രയാ? 1/4. P of F 1/2 മൈനസ് P of E ഇൻ്റർസെക്ഷൻ F എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നുണ്ടാവുക 1/8. ഇതൊക്കെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 5/8 നമുക്ക് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് നോട്ട് E ആൻഡ് നോട്ട് F. ഓക്കെ, E അല്ല F അല്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ അർത്ഥം E അല്ലെങ്കിൽ E ഡാഷ്, ആൻഡ് വരുമ്പോൾ ഇൻ്റർസെക്ഷൻ, F അല്ല അപ്പോൾ F ഡാഷ്. അതിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെച്ചതാണ്. E ഡാഷ് ഇൻ്റർസെക്ഷൻ F ഡാഷ് എന്ന് പറയുമ്പോൾ E യൂണിയൻ F ഓൾ ഡാഷ്. വേറെ വ്യത്യാസമൊന്നുമില്ല. ഇനി ഇവിടെ ഇൻ്റർസെക്ഷൻ അല്ല യൂണിയൻ ആണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക എന്നറിയോ? ഈ യൂണിയനും ഇൻ്റർസെക്ഷൻ ഒന്ന് ചേഞ്ച് ചെയ്താൽ മതി. വലിയ വ്യത്യാസമൊന്നും വരില്ല. നമ്മൾ സെറ്റ് തിയറി, സെറ്റിൻ്റെ ഇക്വേഷൻസിൽ പഠിക്കുന്ന കാര്യമാവുക. സെറ്റ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല, അതുകൊണ്ട് ഇല്ല. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോ. ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡാഷ് ഇൻ്റർസെക്ഷൻ F ഡാഷ് എന്ന് പറയുന്നത് ഈ യൂണിയൻ F ഓൾ ഡാഷ് ആണ്. നമ്മളിതിൽ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ P ഓഫ് ഇതിൻ്റെ പ്ലേസിൽ നമ്മൾ എന്ത് എഴുതും? അത് എഴുതും E ഡാഷ് ഇൻ്റർസെക്ഷൻ F ഡാഷ്. അതെന്താണ്? P ഓഫ് E യൂണിയൻ F ഓൾ ഡാഷ് ആണ്. അത് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. ഇനി നമുക്കറിയാം P ഓഫ് നോട്ട് എ ഈക്വൽ ടു 1 മൈനസ് P ഓഫ് എ ആണെന്ന്. അപ്പോൾ P ഓഫ് E യൂണിയൻ F ഓൾ ഡാഷ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ P ഓഫ് എ ഡാഷ് എന്താ വരിക? 1 മൈനസ് P ഓഫ് എ.
അല്ലേ? എ നോട്ട് എന്ന് പറഞ്ഞാൽ എ ഡാഷ്. അപ്പോൾ പി ഓഫ് ഇ യൂണിയൻ എഫ് ഓൾ ഡാഷ് എന്ന് പറയുമ്പോൾ 1 മൈനസ് പി ഓഫ് ഇ യൂണിയൻ എഫ് അല്ലേ? അതല്ലേ വരിക? എയുടെ പ്ലേസിൽ ഇപ്പം എന്ത് വന്നു? ഇ യൂണിയൻ എഫ് ഓൾ ഡാഷ്. എയുടെ പ്ലേസിൽ ഇ യൂണിയൻ എഫ് വന്നു. വേറെ വ്യത്യാസമൊന്നുമില്ലല്ലോ. ഇക്വേഷൻ സെയിം. അപ്പോൾ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും. ജസ്റ്റ് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇതുപോലത്തെ പ്രോബ്ലംസ് വരും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 1 മൈനസ് പി ഓഫ് ഇ യൂണിയൻ എഫ്. അപ്പോൾ 1 മൈനസ് പി ഇ യൂണിയൻ എഫ് എന്ന് നമുക്ക് അറിയാം. പി ഓഫ് ഇ യൂണിയൻ എഫ് നമുക്ക് 5/8 എന്നാണ് കിട്ടിയത്. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആൻസർ 8 മൈനസ് 3 അല്ലേ? 8 മൈനസ് 3 അല്ല, 8 മൈനസ് 5 3. അപ്പോൾ 8. അപ്പോൾ 3/8 എന്നുള്ളത് ആൻസർ കിട്ടും. വാട്ട് ഈസ് ദി പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ സ്പെയ്ഡ് ഓർ ആൻ എയ്സ് ഫ്രം എ പേക്ക് അല്ലെങ്കിൽ കാർഡ്സ്? നമുക്കറിയാം എയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 4 ടൈപ്പ് ഉണ്ട് അല്ലേ? 4ലും എന്തുണ്ട്? എയ്സ് ഉണ്ടായിരിക്കും. സ്പെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. സ്പെയ്ഡിലും ഉണ്ട് ഒരു എയ്സ്. ഓക്കെ, ജസ്റ്റ് നോട്ട് ചെയ്യുക. 4 ടൈപ്പ് ഉണ്ട്, 4 എണ്ണം ഉണ്ടാവും. അതിൽ സ്പെയ്ഡ് മാത്രം നോക്കിയാൽ മതി. സ്പെയ്ഡിലും എന്തുണ്ട്? എയ്സ് ഉണ്ട്. അതുപോലെ സ്പെയ്ഡ് എത്ര എണ്ണം ഉണ്ടാവും? 13 എണ്ണം ഉണ്ടാവും. ഇതും 4ലും എന്തുണ്ടാവും? 13 എണ്ണം ഉണ്ടാവും. അതിൽ സ്പെയ്ഡ് 13 എണ്ണം. എയ്സ് എത്ര എണ്ണം ഉണ്ടാവും? 1 2 3 4. 4ലും എന്തുണ്ട്? തന്നെ എയ്സ് ഉണ്ട്. അത്ര കാര്യമൊന്നും മനസ്സിലാക്കി വയ്ക്കുക. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. പ്രോബിലിറ്റി ഓഫ് ആൻ ഇവൻറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഫേവറബിൾ ഇവൻറ്റ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഇവൻറ്റ്സ്. നമ്പർ ഓഫ് ഫേവറബിൾ ഇവൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ഇവൻറ്റ്സ് എത്ര എണ്ണം ഉണ്ട് അതാണ്. ഓക്കെ, ഇനി ടോട്ടൽ എത്ര എണ്ണം ഉണ്ട് അതാണ്. മീൻസ് സാമ്പിൾ സ്പേസ് അല്ലേ? നമ്മൾ സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കാറുള്ളത് അതന്നെ. സെയിം ടേം. ഓക്കെ, നമുക്ക് വീണ്ടും ക്വസ്റ്റ്യനിക്ക് വരാം. എത്ര കാർഡ്സുകളുണ്ട്? 52 കാർഡ്സുകളുണ്ട്. 13 × 4 അല്ലേ? 52 കാർഡ്സുകളുണ്ട്. അതിൽ അപ്പോൾ നമുക്ക് എന്താ എന്ന് മനസ്സിലായി? സാമ്പിൾ സ്പേസിൻ്റെ നമ്പേഴ്സ് എത്ര ഉണ്ടാവും? 52. എൻ ഓഫ് എസ് സാമ്പിൾ സ്പേസ് എത്ര ഉണ്ട്? 52. അപ്പോൾ എൻ ഓഫ് എസ് 52. ഓക്കെ, അതിൽ സംശയമൊന്നുമില്ല അല്ലേ? സാമ്പിൾ സ്പേസിൻ്റെ എണ്ണം എത്ര? 52. പക്ഷേ നമുക്ക് എന്താ അറിയില്ല? ഈവൻറ്റ്സ് എത്ര എണ്ണം ഉണ്ട് എന്നറിയില്ല. അപ്പോൾ നമ്മളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ നമ്മുടെ ഉദ്ദേശം. അപ്പോൾ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയ്സ് ആയിട്ട് എടുക്കാം, കാർഡിലെ എയ്സ്. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെയ്ഡ് ആയിട്ട് എടുക്കാം. ഓക്കെ, ഇനി എ യൂണിയൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എയ്സ് ഓർ സ്പെയ്ഡ് എന്നുള്ള രീതിയിലാണ്. സ്പെയ്ഡ് കേട്ടോ, സ്പെയ്ഡ് എന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പോൾ യൂണിയൻ ആണ്, ഓർ വരുമ്പോൾ യൂണിയൻ. ഇനി നമുക്കറിയാം എന്ത്? എ ഇൻ്റർസെക്ഷൻ ബി. എ ഇൻ്റർസെക്ഷൻ ബി എന്തിനാണ് ചെയ്യുന്നത്? മീൻസ് എയ്സ് ഓഫ് സ്പെയ്ഡ് എന്നുള്ള രീതിയിലാണ്. ഓക്കെ, ഇനി വേറൊരു കാര്യം, ഇതിൽ ഈ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉപയോഗിക്കാം. പി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഇതെന്തിനാ? പി ഓഫ് എ ബി എന്ന് ചെയ്യുന്നതിനാ? സ്പെയ്ഡിൽ എന്തുണ്ട്? ഒരു എയ്സ് ഉണ്ട്. നമുക്കറിയാലോ സ്പെയ്ഡ് എത്ര ഉണ്ട്? 13 എണ്ണം ഉണ്ട്. 13 കാർഡ്സുകൾ ഉണ്ടാവും. ആ 13 കാർഡ്സ് ഞാൻ 13 എണ്ണം വരയ്ക്കാൻ പറ്റുന്നില്ല. 13 കാർഡ്സ് ഉണ്ട്. അതിൽ ഒരെണ്ണം എന്തായിരിക്കും? എയ്സ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? കോമൺ ആയിട്ട് എടുക്കണം അല്ലേ? രണ്ടിന്നും കോമൺ ആയിട്ട് എടുക്കണം. കോമൺ കാർഡ്സ് സ്പെയ്ഡിൽ നിന്ന് ഒന്ന് എടുക്കുക, അതുപോലെ എയ്സ് നിന്നും. അപ്പം സ്പെയ്ഡിലത്തെ എയ്സ് ആണ് എന്ത്? എ ഇൻ്റർസെക്ഷൻ ബി. കോമൺ എടുക്കുക. അപ്പോൾ ആകെ 1. അപ്പോൾ 1 അല്ലേ വരിക? 1/, എത്രയാണോ എന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇനി വേറൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ. നമുക്കറിയാം 4 ടൈപ്പ് ഉണ്ട്. ആ 4ലും എന്തുണ്ട്? നമ്മുടെ എയ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രോബിലിറ്റി ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? അതുപോലെ തന്നെ നമുക്ക് അതാകെ ഒരു കാർഡ് ആവശ്യമുള്ളൂ. എന്തിൽ നിന്ന്? എയ്സ് നിന്ന് ഓഫ് സ്പെയ്ഡിലത്തെ ഒരെണ്ണം ആവശ്യമുള്ളൂ. നമ്പർ ഓഫ് സാമ്പിൾസ് 52. അപ്പോൾ
ഈവൻസ്, നമ്പർ ഓഫ് ഈവൻസ് 1 ബൈ നമ്പർ ഓഫ് സാമ്പിൾസ് 52. അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ. ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. പി ഓഫ് എ യൂണിയൻ ബി നമ്മൾ പറഞ്ഞു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? പി ഓഫ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, പി ഓഫ് ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് കോമൺ ആയിട്ട് എല്ലാത്തിലും ഡിനോമിനേറ്ററിൽ കോമൺ ആയിട്ട് എന്തുണ്ട്? 52 ഉണ്ട്. നമ്മൾ കോമൺ ആയിട്ട് എടുത്താൽ ബാക്കിയുള്ളത് നമുക്ക് പ്ലസ് ചെയ്യുക, മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് 16/52 കിട്ടും. 16 രണ്ടും ഒന്ന് ചെറുതാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 4/13. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. One card is drawn from a pack of 52 cards, each of the 52 cards being equally likely to be drawn. Find the probability that. നമുക്ക് ഓരോന്നിൻ്റെയും പ്രോബിലിറ്റി കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ ക്വസ്റ്റ്യൻ വരുന്നത് ആ ക്വസ്റ്റ്യൻ മാത്രം ചെയ്താൽ മതി കേട്ടോ. ഇത് ഞാൻ ഒരുമിച്ച് അങ്ങ് എഴുതി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓരോന്ന് ചോദിക്കാം, ഒന്നൊക്കെ തന്നെ ചോദിക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിൽ തന്നിരിക്കുന്നത് ദ കാർഡ്സ് ഡ്രോൺ ഈസ് ബ്ലാക്ക്. അപ്പോൾ നമുക്കറിയാം ബ്ലാക്കും റെഡും ആണ് അല്ലേ? മെയിനായിട്ട് ബ്ലാക്കും ഉണ്ടാവും, ബ്ലാക്ക് റെഡും ഉണ്ടാവും, റെഡ് കാർഡ്സും ഉണ്ടാവും. ബ്ലാക്ക് കാർഡ്സ് 26 ആണെന്നറിയാം, റെഡും 26 ആണ്. രണ്ടും കൂടി സം ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 52 കിട്ടുന്നുണ്ടാവുക. ആ കാര്യം നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഈവൻസ് അല്ലേ, സാമ്പിൾസ് എത്ര എണ്ണം ഉണ്ട്? സാമ്പിൾസ് അപ്പോൾ നമുക്കറിയാം 52 ആണ്. എത്ര കാർഡ്സ് ഉണ്ട്? 52. 52 ആണ് സാമ്പിൾസ്. അതിൽ ഈവൻസ് ബ്ലാക്ക് മാത്രമേ വേണ്ടൂ. അപ്പോൾ ബ്ലാക്ക് ഈക്വൽ ടു ബ്ലാക്ക് ആണ്. അപ്പോൾ നമ്പർ ഓഫ് ഈവൻസ് ഈ ബ്ലാക്ക് എത്ര എണ്ണം ഉണ്ട്? 26. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഇ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടും? ഈവൻസ് ബ്ലാക്കിൻ്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? 26 എൻ ഓഫ് ഇ ബൈ എൻ ഓഫ് എസ്. എൻ ഓഫ് ഇ എന്ന് പറഞ്ഞാൽ 26 ബൈ 52, 1/2 അല്ലേ? അത്രയേ ഉള്ളൂ. ആ രീതിയിൽ നമുക്ക് സോൾവ് ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ദ കാർഡ് ഡ്രോൺ ഈസ് എ കിങ്. എ കാർഡ് ഡ്രോൺ ഈസ് എ കിങ്. കിങ് എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട് അല്ലേ? 52 കാർഡ്സ്, 56 അല്ല 52 കാർഡ്സുകളിൽ 4 എണ്ണം കിങ് ആണ്. അപ്പോൾ എൻ ഓഫ് എസ് സാമ്പിൾസ് എത്ര തന്നെയാണ്? 52 തന്നെയാണ്. അതിൽ എത്ര കിങ് ഉണ്ട്? ഈവൻസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈക്വൽ ടു കിങ് ആണ്. അപ്പോൾ നമ്പർ ഓഫ് ഇ എന്ന് പറഞ്ഞാൽ ഈവൻസ് എത്രയാണ്? നമ്പർ ഓഫ് ഈവൻസ് കിങ് എത്ര ഉണ്ട്? 4 എണ്ണം. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഇ ഈസ് ഈക്വൽ ടു 4/52. 4/52 1/13. അടുത്ത ക്വസ്റ്റ്യൻ. ദ കാർ ഡ്രോൺ ഈസ് ബ്ലാക്ക് ആൻഡ് എ കിങ്. നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യേണ്ടത്. നമുക്ക് ശ്രദ്ധിച്ച് ചെയ്യാം. അപ്പോൾ എത്ര കാർഡ്സുകളുണ്ട്? നമുക്ക് സാമ്പിൾസ് 52 തന്നെയാണ്. അതിൽ അവർ പറഞ്ഞേക്കുന്നത് കാർഡ്സ് ഡ്രോൺ ചെയ്യുന്നുണ്ട്. കാർഡ് ഡ്രോൺ ഈസ് ബ്ലാക്ക് എ കിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എത്ര കാർഡ്സുകളുണ്ട്? 52 കാർഡ്സ് ഉണ്ട്. അതിൽ ബ്ലാക്കിൽ എത്ര കിങ്സ് ഉണ്ട്? കിങ് എത്ര എണ്ണം ഉണ്ട്? ബ്ലാക്കിൽ എത്ര കിങ് ഉണ്ട്? 2 എണ്ണം ഉണ്ട് അല്ലേ? ബ്ലാക്കിൽ അപ്പോൾ കിങ്ങിൻ്റെ എണ്ണം ബ്ലാക്ക് ആൻഡ് കിങ്ങിൻ്റെ എണ്ണം എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. അപ്പോൾ നമ്പർ ഓഫ് ഇ എന്ന് പറഞ്ഞത് 2 ആയിരിക്കും. ബ്ലാക്കിൽ എത്ര കിങ്സ് ഉണ്ട്? 2 എണ്ണം ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രോബിലിറ്റി പി ഓഫ് ഇ എന്ന് പറയുന്നത് ബ്ലാക്കിൽ എത്ര കിങ്സ് ഉണ്ട്? 2 എണ്ണം ഉണ്ട് അല്ലേ? റെഡിലും എത്ര എണ്ണം ഉണ്ട്? അപ്പോൾ 2 എണ്ണം ഉണ്ട്. അങ്ങനെ 2 ടോട്ടൽ 4 എണ്ണം ഉണ്ട്. ബ്ലാക്കിൻ്റെ മാത്രമേ നമുക്ക് പറഞ്ഞിട്ടുള്ളൂ. അപ്പം 2/n ഓഫ് ഇ എന്ന് പറഞ്ഞാൽ 2 ആണ് കിട്ടിയിരിക്കുന്നത്. 2/n ഓഫ് സാമ്പിൾസ് എന്താണ്? എസ് ആണ് ടോട്ടൽ എടുക്കുന്നത്. അപ്പോൾ 52 ലാസ്റ്റ് 1/26 നമുക്ക് പ്രോബിലിറ്റി കിട്ടും. ഇനി അതേപോലെ അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇതിലത്തെ. ദ കാർഡ് ഡ്രോൺ ഈസ് ഐദർ ബ്ലാക്ക് ഓർ എ കിങ്. അപ്പോൾ നമുക്ക് ഓർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ യൂണിയൻ ബി ആണ്. കിങ് ഓർ ബ്ലാക്ക് ഇത് രണ്ടും ചേർത്ത് എഴുതുക എന്നുള്ളതാണ്. ഇതിലേതെങ്കിലും ഒരു വട്ടം എഴുതിയാൽ മതി. ബ്ലാക്ക് കാർഡ്സ് എത്ര എണ്ണം ഉണ്ട്? 26
26 ആണ്. ശ്രദ്ധിക്കുക, ബ്ലാക്ക് കാർഡ്സ് 26 ആണ്. കിങ് മൊത്തം കിങ്ങിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ബ്ലാക്കിലത്തെ കിങ് എന്നല്ല ക്വസ്റ്റ്യൻ, മൊത്തം കിങ്ങിൻ്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. ബ്ലാക്കിൽ എത്ര കിങ് ഉണ്ട്? ബ്ലാക്കിൽ 2 കിങ് ഉണ്ട്. ആ കിങ്സ് കൂടിയിട്ടാണ് നമുക്ക് എന്ത് കിട്ടിയത്? 26 കിട്ടിയത്. ഇനി അപ്പോൾ റെഡിലത്തെയും കിങ്ങിനെയും നമ്മൾ എന്ത് ചെയ്യണം? ഇൻക്ലൂഡ് ചെയ്യണം. ഒരു വട്ടം കൂട്ടിയത് പിന്നെയും കൂട്ടേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മൾ 2 കിങ്ങിനെ കൂട്ടിയിട്ടാണ് നമുക്ക് എന്ത് കിട്ടിയത്? 26 കിട്ടിയത്. ഇനി റെഡിൽ 2 കിങ്സ് ഉണ്ട്. ആ 2 കിങ്ങിനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക +2 എന്നാണ്, അല്ലേ? 26 + 2 എന്ന് കിട്ടും. 26 + 2 28. അപ്പോൾ ഈവൻസ് എത്രയുണ്ട്? 26. അപ്പോൾ നമ്പർ ഓഫ് ഈവൻസ് 26 അല്ല 28. നമ്മൾ എന്താ ചെയ്തതെന്നുള്ളത് മനസ്സിലായല്ലോ. 56 കാർഡ്സ് ഉണ്ട്. അതിൽ 26 എണ്ണം ബ്ലാക്ക് കാർഡ്സ് ആണ്. അതിൽ 2 എണ്ണം കൂടിയും ഇൻക്ലൂഡ് ചെയ്യും. എത്ര എണ്ണം ഇൻക്ലൂഡ് ചെയ്യും? ബ്ലാക്ക് കിങ് അതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇനി റെഡ് കിങ് അതിൽ ഇൻക്ലൂഡഡ് അല്ല. അതുകൊണ്ട് റെഡിലത്തെ 2 എണ്ണം കൂടി നമ്മൾ ചേർത്ത് എഴുതുമ്പോൾ നമുക്ക് എത്ര എണ്ണം കിട്ടും? നമ്പർ ഓഫ് ഈവൻസ് 28 ആവും. ഈ ഓറായ കാരണം നമ്മൾ ഓൾറെഡി ചേർത്തത് പിന്നെയും ആഡ് ചെയ്യില്ല. അങ്ങനെ ആഡ് ചെയ്യാറില്ല. ഓറാണ്, യൂണിയനിൽ അങ്ങനെ ചെയ്യില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് 28 കിട്ടി. ഇനി ഇതിൻ്റെ നമ്പർ ഓഫ് സാമ്പിൾസ് 52 തന്നെ. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് പ്രോബിലിറ്റി എന്താ വരിക? 28/52. 7/13. In class 11 of a school, 40% of the students study mathematics and 30% students biology. 10% of class study both mathematics and biology. അപ്പോൾ അതിൽ 40% ആണ് തന്നിരിക്കുന്നത്. പെർസെൻറ്റേജ് തരുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. പെർസെൻറ്റേജിനെ ഒരു നമ്പർക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? 40/100 ചെയ്യും. ഓക്കെ, ആ രീതിയിലാണ്. അപ്പോൾ 4/10 കിട്ടും. അപ്പോൾ നമ്മൾ അതൊന്ന് ആലോചിച്ച് വയ്ക്കുക. നമുക്ക് പെർസെൻറ്റേജിൽ തരുമ്പോൾ പെർസെൻറ്റേജ് ആക്കാൻ വേണ്ടിയിട്ട് 100 ചെയ്യും. ആ പെർസെൻറ്റേജിനെ നമ്മളൊരു നമ്പർക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിനെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്യുക. അത്ര മാത്രം ശ്രദ്ധിക്കുക. പെർസെൻറ്റേജ് ആക്കാൻ വേണ്ടിയിട്ട് 100 മൾട്ടിപ്ലൈ ചെയ്യും. ആ പെർസെൻറ്റേജിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു നമ്പറിനെ പെർസെൻറ്റേജിലേക്ക് ആക്കാൻ മൾട്ടിപ്ലൈ ചെയ്യും. ആ പെർസെൻറ്റേജിനെ ആക്കിയ നമ്പറിനെ വീണ്ടും എന്ത് ചെയ്യണം? നമ്പർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഓൾറെഡി ഇപ്പോൾ എന്ത് എടുക്കുന്നത്? 100 ആണ്, അല്ലേ? വീണ്ടും ഒരു 100 ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഏത് നമ്പറാണോ ഇപ്പോൾ പെർസെൻറ്റേജിലാണ് തന്നിട്ടുണ്ടെങ്കിൽ 100 ചെയ്താൽ മതിയെന്ന്, അത്രേ ഉള്ളൂ. അപ്പോൾ വീണ്ടും എന്താ വരും? 100 ക്യാൻസൽ ചെയ്തിട്ട് ബാക്കി എക്സ് കിട്ടും. ആ രീതിയാണ്, ആ റൂളാണ് ഇതിൽ അപ്ലൈ ചെയ്തത്. ഇനി അതേപോലെ ഇവിടെ എന്താ എടുക്കുന്നത്? 30 ആണ്. അപ്പോൾ 30/100 ചെയ്യും. അപ്പോൾ 3/10. ഇനി അതേപോലെ 10 ആണെങ്കിൽ 1/10, അല്ലേ? 1/10. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ പെർസെൻറ്റേജ് ആണെങ്കിൽ എന്ത് ശ്രദ്ധിക്കണം എന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ക്വസ്റ്റ്യനിക്ക് വരാം. അപ്പോൾ നമുക്ക് എം എന്ന് പറഞ്ഞാൽ നമുക്ക് മാത്സ് കൊടുക്കാം. എം മാത്സ് ആയിട്ടും ഈ മാത്തമാറ്റിക്സ്, ബി എന്ന് പറഞ്ഞാൽ ബയോളജി ആയിട്ട് എടുക്കാം. ബയോളജി. ഇനി വേറെ എന്തൊരു സബ്ജക്റ്റും കൂടി ഉണ്ടായിരുന്നല്ലോ, ബയോളജി തന്നെ അല്ലേ? ബയോളജി മാത്സ് മാത്രമേ ഉള്ളൂ. രണ്ടും ബോത്ത് എന്ന് പറയുമ്പോൾ എം ബോത്ത് എന്ന് പറഞ്ഞാലും ആൻഡ് എന്ന് പറഞ്ഞാലും ഇൻ്റർസെക്ഷൻ. അപ്പോൾ എം ഇൻ്റർസെക്ഷൻ ബി. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇത് നമുക്ക് ഓരോന്ന് ചെയ്യാം. അപ്പോൾ ആദ്യം എമ്മിൻ്റെ ഈവൻസ് എം ആണ്. എമ്മിൽ എത്ര എണ്ണം ഉണ്ട് നോക്കുക. എം എത്രയാണ്? പി ഓഫ് എം എത്രയാണ്? പി ഓഫ് എം 3/10. പി ഓഫ് ബി എത്രയാണ് വരിക? 3/10. പി ഓഫ് എം 40 അല്ലേ? അപ്പോൾ 4/10. ഇനി പി ഓഫ് എം ഇൻ്റർസെക്ഷൻ ബി നമുക്ക് അറിയാം 1/10. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇഫ് ദ സ്റ്റുഡൻസ് ഈസ് സെലക്ട് അറ്റ് റാൻഡം ഫ്രം ക്ലാസ്, ഫൈൻഡ് ദ പ്രോബിലിറ്റി that he will studying mathematics or biology. ഓർ വന്നിട്ടുണ്ട് അല്ലേ? ഓർ എന്ന് പറയുമ്പോൾ എം യൂണിയൻ ബി. എം എന്ന് പറഞ്ഞാൽ മാത്സും ഓർ ബയോളജി എന്ന് പറഞ്ഞ കാരണം എം യൂണിയൻ ബി ൻ്റെ പ്രോബിലിറ്റി കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ പി ഓഫ് എം യൂണിയൻ ബി ചെയ്യും.
പി ഓഫ് എം യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ പി ഓഫ് എം പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. എ അല്ല എം, നമ്മളറിയാതെ എന്താ അതിൻ്റെ നമ്മൾ എ യൂണിയൻ ബേസ് ചെയ്തിട്ടല്ലേ പഠിച്ചിരിക്കുന്നത്, അതായത് ഇക്വേഷൻ വരും, അത്രേ ഉള്ളൂ. എം പി ഓഫ് എം എത്രയാണ് 4/10 ആണ്, പ്ലസ് 3/10 മൈനസ് 1/10. നമുക്ക് കോമൺ ആയിട്ട് 10 എടുത്തു കഴിഞ്ഞാൽ 4 3 നമുക്ക് ലാസ്റ്റ് ആൻസർ 3/5. ലാസ്റ്റ് ആൻസർ മാത്രമേ എഴുതുന്നുണ്ട് 3/5 കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇഫ് എ ആൻഡ് ബി ആർ two events such that P of A equal to 0.42, P of B equal to 0.0. P of A 0.42, P of B equal to 0.48, P of A intersection B തന്നിട്ടുണ്ട് 0.16. then find P of not A, P of not B, P of A union B. പി ഓഫ് നോട്ട് എ എന്ന് പറയുമ്പോൾ പി ഓഫ് എ ഡാഷ് കണ്ടുപിടിക്കുക. അതിൻ്റെ ഇക്വേഷൻ അറിയാം 1 മൈനസ് പി ഓഫ് എ. അപ്പോൾ നമ്മൾ ആദ്യം ഇക്വേഷൻ എഴുതി വെച്ചു. പി ഓഫ് നോട്ട് എന്ന് പറയുമ്പോൾ എ ഡാഷ് അല്ലേ, അതിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചതല്ലേ. 1 മൈനസ് പി ഓഫ് എ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എത്രയാണ് 0.42. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുക 0.58. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു, അതേപോലെ തന്നെ നോട്ട് ബി. അപ്പോൾ പി ഓഫ് എയുടെ പ്ലേസിൽ ഇപ്പോൾ എന്ത് വന്നു, ബി വന്നു. അപ്പോൾ പി ഓഫ് എ ഡാഷ് ചെയ്യുക, അപ്പോൾ 1 മൈനസ് പി ഓഫ് ബി. 1 മൈനസ് പി ഓഫ് ബി എന്ന് പറയുമ്പോൾ 1 മൈനസ് ബി എത്രയാണ്, പി ഓഫ് ബി തന്നിട്ടുണ്ട് 0.48. അപ്പോൾ 0.52 എന്ന് ആൻസർ കിട്ടും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പി ഓഫ് എ യൂണിയൻ ബി കാണാനാണ്, തേർഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ പി ഓഫ് എ യൂണിയൻ ബിയുടെ ഇക്വേഷൻ പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്നാണ്. അപ്പോൾ പി ഓഫ് എ നമുക്കറിയാം എത്രയാണ് 0.42 പ്ലസ് ബി അറിയാം 48 ആണ്, 0.48 ആണ്, മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി നമുക്കറിയാം 0.16. ഒക്കെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 0.74. അതാണ് അതിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ദ പ്രോബിലിറ്റി ഓഫ് ഷുവർ ഇവൻറ്റ്സ് അല്ലെങ്കിൽ ഒക്കർ ചെയ്യുന്ന ഇവൻറ്റ്സിൻ്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം പി ഓഫ് ഷുവർ ഇവൻറ്റ്സ് എന്താണ് 1 അല്ലേ, നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ 1 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 2 students A and B appeared in a examination. The probability that A passes the examination is 0.25 and that B passes is 0.45. Also, the probability that both will pass is 0.1. Find the probability that ക്വസ്റ്റ്യൻ ഇതാണ്, ബോത്ത് വിൽ നോട്ട് പാസ്, രണ്ടും പാസ്സായിട്ടില്ല. ഓക്കെ, പാസ്സാവണില്ല. അപ്പോൾ രണ്ടും ബോത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, പാസ്സാവുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ബോത്ത്, അപ്പോൾ ബോത്ത് വിൽ നോട്ട് പാസ്. അപ്പോൾ ഒന്ന് എയും ബിയും ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, എ നോട്ടായ കാരണം നോട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയുന്ന കാര്യമാണ്, രണ്ടും ബോത്താണ് പറഞ്ഞേക്കുന്നത് അല്ലേ. ബോത്ത് പാസ്സായിട്ടുണ്ട്. പാസ്സായ കാര്യമാണെങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബി ആണ്. എ ഇൻ്റർസെക്ഷൻ ബി എത്രയാണ് 0.1 ആണ്. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പി ഓഫ് എയും പി ഓഫ് ബി ഒക്കെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ. പി ഓഫ് എ നമുക്ക് എ എത്രയാണെന്ന് ഇരിക്കുന്നത്, പി ഓഫ് എ 0.25, പി ഓഫ് ബി 0.45. ബോത്ത് നമുക്ക് രണ്ടും പാസ്സാവും 0.1 ചാൻസ് ആണ്, അതിൻ്റെ പ്രോബിലിറ്റി അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ബോത്ത് വിൽ നോട്ട് പാസ്സാവുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ് ആണ്. നോട്ട് എ ആൻഡ് ബോത്ത് അല്ലെങ്കിൽ ബോത്ത് നോട്ട് അല്ലേ, ബോത്ത് നോട്ട് എ ആൻഡ് നോട്ട് ബി, രണ്ടാളും പാസ്സാവണില്ല അല്ലേ. അപ്പോൾ അതാണ്. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം, എ യൂണിയൻ ബി ഹോൾ ഡാഷ് എന്നുള്ള രീതിയിൽ എഴുതാം. അപ്പോൾ ഇവിടെ എന്താ വരിക, എ യൂണിയൻ ബി
ഓൾ ഡാഷ് എന്നുള്ള രീതിയിൽ എഴുതിയാൽ മതി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇതിൻ്റെ പ്രോബിലിറ്റി. അപ്പോൾ എ യൂണിയൻ ബി ഓൾ ഡാഷിൻ്റെ പ്രോബിലിറ്റി കണ്ടുപിടിക്കുക. ഓക്കെ, ഇതും രണ്ടും നമുക്ക് അറിയത്തില്ല. പി ഓഫ് എ തന്നിട്ട് പി ഓഫ് ബി ഒക്കെ തന്നിട്ടുണ്ട്. പക്ഷേ പി ഓഫ് എ ഡാഷ് ഒന്നും നമുക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എടുത്തേക്കുന്നത്. ഇനി ഇതെങ്ങനെ ചെയ്യുക? പി ഓഫ് എ ഡാഷ് നമുക്കറിയാം 1 മൈനസ് പി ഓഫ് എ ആണ്. അപ്പോൾ എയുടെ പ്ലേസിൽ ഇപ്പോൾ എന്താ എടുക്കുന്നത്? എ യൂണിയൻ ബി ആണ്. അപ്പോൾ 1 മൈനസ് എന്തെന്ന് എഴുതാം? എ യൂണിയൻ ബി എന്ന് എഴുതാം. നമുക്കറിയാം 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബിനെ നമുക്ക് മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ലാത്ത കേസിൽ നമുക്ക് ഏത് ഇക്വേഷനാണ്? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്നുള്ള രീതിയിലാണ്. ഓക്കെ, 1 മൈനസ് പി ഓഫ് എ നമുക്കറിയാം. പി ഓഫ് എ എത്രയാണ്? പി ഓഫ് എ എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതിച്ചിട്ടുണ്ട് 0.25 പ്ലസ് 0.45. പി ഓഫ് ബി 0.45 മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ് നമുക്ക് തന്നിരിക്കുന്നത് 0.1 അല്ലേ? 0.1. നമുക്ക് ലാസ്റ്റ് ആൻസർ കിട്ടുന്നുണ്ടാവുക 0.4. ഇത് തന്നെയല്ലേ നിങ്ങൾക്ക് കിട്ടിയെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ 20ാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എക്സാമ്പിൾ 14 എഴുതിയൊരു കാര്യമില്ല, നമ്മൾ 20 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇഫ് എം ആൻഡ് എൻ ആർ ഈവൻസ് സച്ച് ദാറ്റ്. ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഒപ്പം അപ്പുറത്തുള്ള ബെൽ ബട്ടൺ സൈഡിലുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. സച്ച് ദാറ്റ് പി ഓഫ് എം ഇസ് ഈക്വൽ ടു 1/4, പി ഓഫ് എൻ ഇസ് ഈക്വൽ ടു 1/2, പി ഓഫ് എം ഇൻ്റർസെക്ഷൻ എൻ ഇസ് ഈക്വൽ ടു 1/6. ഫൈൻഡ് പി ഓഫ് എം ഓർ എൻ, പി ഓഫ് നോട്ട് എം ആൻഡ് നോട്ട് എൻ. നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒരു വട്ടം കൂടി ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ആദ്യം നമുക്ക് പി ഓറായ കാരണം നമുക്കറിയാം എം യൂണിയനാണ് ചെയ്യേണ്ടത് അല്ലേ? യൂണിയനാണെന്ന് മനസ്സിലായി. അതിന് ഇക്വേഷൻ എഴുതി വയ്ക്കാം. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ അവർ തന്നിട്ടുണ്ട് പി ഓഫ് എം തന്നിട്ടുണ്ട്, പി ഓഫ് എൻ തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എമ്മും എന്നും എടുത്തേക്കുന്നത്. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇക്വേഷൻ ചെയ്താൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. എം പി ഓഫ് എൻ മൈനസ് പി ഓഫ് എം ഇൻ്റർസെക്ഷൻ എൻ. പി ഓഫ് എം 1/4 പ്ലസ് 1/2 മൈനസ് 1/6. ലാസ്റ്റ് ആൻസർ 7/12. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. നോട്ട് രണ്ടും അല്ല. അപ്പോൾ പി ഓഫ് എം ഡാഷ് ആൻഡായ കാരണം ഇൻ്റർസെക്ഷൻ. ഇനി ഇതിനെ നമുക്ക് മാറ്റി എഴുതാം. പി ഓഫ് എം യൂണിയൻ എൻ ഓൾ ഡാഷ് എന്നുള്ള രീതിയിൽ എഴുതാം. നമുക്കറിയാം 1 മൈനസ് പി ഓഫ് എം യൂണിയൻ എൻ എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റും എന്നുള്ളത്. കാരണം നമുക്കറിയാലോ 1 മൈനസ് പി എഴുതിച്ചിരിക്കുന്നു. പി ഓഫ് എ ഡാഷ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് പി ഓഫ് എ ആണ്. അപ്പോൾ എയുടെ പ്ലേസിൽ ഇപ്പോൾ എം യൂണിയൻ എൻ ഓൾ ഡാഷ് വന്നു. അപ്പോൾ നമുക്ക് 1 മൈനസ് പി ഓഫ് എം യൂണിയൻ എൻ എന്ന് എഴുതാം. എം യൂണിയൻ എൻ എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചിട്ടുണ്ട്, 7/12. അപ്പോൾ 1/7/12 എന്ന് എഴുതും. ലാസ്റ്റ് ആൻസർ 5/12. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുവാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഒപ്പം കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തായാലും ഡിസ്കസ് ചെയ്യും. അപ്പം മറുപടി തരുന്നുണ്ട്. എല്ലാ കമൻറ്റുകളും ഞാൻ മാക്സിമം നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. ബിസി ആണെങ്കിൽ പോലും റിപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.